അടിസ്ഥാനമില്ലാത്ത വിഷയങ്ങൾ ഉയർത്തി അടിയന്തര പ്രമേയവുമായി എത്തിയ പ്രതിപക്ഷത്തിന് സഭയിൽ ഇന്നും കിട്ടിയത് തിരിച്ചടി. അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട ദുഷ്പ്രചാരണങ്ങളെ ആരോഗ്യമന്ത്രി തെളിവ് സഹിതം തുറന്നുകാട്ടി. അമീബിക് രോഗബാധയെ ഏകാരോഗ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആക്ഷൻ പ്ലാൻ രൂപീകരിച്ച ലോകത്തെ ഏക ഭൂപ്രദേശം കേരളമാണെന്ന് വസ്തുതകൾ നിരത്തി മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കാര്യം കൈവിട്ടതോടെ മന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയാണ് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയത്. സംസ്ഥാനത്തിന്റെ ആരോഗ്യമേഖലയെ അടച്ചാക്ഷേപിച്ചുകൊണ്ടുള്ളതായിരുന്നു ലീഗ് MLA N ഷംസുദ്ദീൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ വിദേശ രാജ്യങ്ങളെ ഉദാഹരിച്ചായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. ഇതുവരെ ലോകത്ത് 500-ൽ പരം കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടുപിടിച്ച ഓസ്ട്രേലിയയിൽ 20 പേർക്ക് താഴെയുള്ളൂ. അമേരിക്കയിൽ ഇതുവരെ 150-ൽ പരം കേസുകളാണ്. ഈ ചെറിയ സംസ്ഥാനത്ത് കേരളത്തിൽ ഇതുവരെ 120-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ആരോഗ്യമന്ത്രി സംസാരിക്കുന്നതിനിടെ ഇടപെട്ട TV ഇബ്രാഹിം MLAക്ക് മന്ത്രി വഴങ്ങി. അവർ കാസർഗോഡിലെ രോഗിക്ക് ലക്ഷണം വന്നു കഴിഞ്ഞാൽ അത് സ്ഥിരീകരിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോഴേക്ക് ആ രോഗി മരിക്കാൻ വരെ സാധ്യതയുണ്ട്. കള്ളപ്രചരണം ആ നിമിഷം തന്നെ മന്ത്രി പൊളിച്ചു. സർ, എല്ലാ മൈക്രോബയോളജി ലാബുകളിലും അമീബയാണ് എന്നുള്ളത് കണ്ടെത്താനായിട്ട് കഴിയും. തെറ്റായ വാർത്തകളിലൂടെ കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തെ അപകീർത്തിപ്പെടുത്തുന്നതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് സാർ ഇത്. കാസർഗോഡ് തന്നെ പരിശോധിക്കാനായിട്ട് കഴിയും. മലപ്പുറത്ത് തന്നെ പരിശോധിക്കാനായിട്ട്, ഏത് ജില്ലയാകട്ടെ അവിടെ തന്നെ പരിശോധിക്കാനായിട്ട് കഴിയും. അപ്പൊ അമീബയാണ് എന്നുള്ളത് കണ്ടെത്തിയാൽ എന്ത് ചെയ്യാം? നമുക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമാണെങ്കിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ചികിത്സ നമുക്ക് നൽകാനായിട്ട് കഴിയും. പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിലൂടെ ഉന്നയിച്ച കാര്യങ്ങൾക്ക് തെളിവുകൾ നിരത്തി മന്ത്രിയുടെ മറുപടി. ഇവരുന്നയിച്ച മുഴുവൻ കാര്യങ്ങളും ഞാൻ വ്യക്തമായ തെളിവുകളോടെ പറഞ്ഞു. ഒന്ന്, ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻ ഇല്ല, പരിശോധനാ ഗൈഡ് ലൈൻ ഇല്ല, മറ്റു സംവിധാനങ്ങളില്ല എന്നുള്ളത് പറഞ്ഞു. ഇത് മുഴുവൻ ഗൈഡ് ലൈനുകൾ വെച്ചുകൊണ്ടാണ് സാർ ഞാൻ സംസാരിച്ചത്. രണ്ടാമത് ഉയർത്തിയ ആക്ഷേപം ഒരു പ്രവർത്തനവും നടക്കുന്നില്ല എന്നുള്ളതായിരുന്നു. അതിന് ഡോക്യുമെന്റ് സഹിതമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് സാർ. പിന്നാലെ മന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയാണ് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.